സ്നേഹമുള്ളവരെ, ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജെറീക്കോ പട്ടണം അടച്ചു കളഞ്ഞു. അവിടുന്ന് ആർക്കും അകത്തേക്കോ പുറത്തേക്കോ വരുവാൻ സാധിക്കുകയില്ല. പക്ഷെ ദൈവം ജോഷുവയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ജെറീക്കോ പട്ടണം മുഴുവൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ദൈവം പറഞ്ഞ വാക്കിൽ നിന്ന് ദൈവം പിന്മാറുകയില്ല. ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും മാറ്റി നിങ്ങളെ മുൻപോട്ട് നയിക്കും എന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തടസ്സം നിന്നാലും അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇസ്രായേൽ ജനത്തിന് തടസ്സമായി നിൽക്കുന്നത് ജെറീക്കോയുടെ വമ്പം മതില. ആ മതിൽ പൊളിക്കണം. അപ്പോൾ ദൈവം ജോഷുവയോട് പറഞ്ഞു, നിങ്ങൾ ഈ ജെറീക്കോ പട്ടണത്തിന് ചുറ്റും 6 ദിവസം നടക്കുക എന്ന് പറഞ്ഞു. 7-ാം ദിവസം 7 പ്രാവശ്യം നടക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നാൽ മതിൽ വീഴുമെന്നപ്പോൾ ചോദിക്കും. വീഴുമെന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. പക്ഷേ അവരങ്ങനെ ചെയ്തപ്പോൾ ആ വമ്പൻ മതിൽ നിലം പൊത്തി. സ്നേഹമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ശത്രു നിന്നെ നടക്കത്തില്ല എന്ന് പറഞ്ഞ വഴിയിലൂടെ സകല തടസ്സങ്ങളും മാറ്റി ദൈവം നിന്നെ നടത്തിക്കും. ഈ വചനം മുറുകെ പിടിച്ചോണ്ട് മുന്നോട്ട് വെക്കുക. യെശയ്യാപ്രവാചക പുസ്തകം 45-ാം അധ്യായം 2-ാം തിരുവചനം. ഞാൻ നിനക്ക് മുൻപ് പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ നിന്റെ ജീവിതത്തിൽ സകല തടസ്സങ്ങളും മാറ്റി ദൈവം നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കുമെന്ന്. ഒറ്റ കാര്യം മാത്രം ചെയ്യുക, വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ദൈവം നിന്നെ കൈവിടത്തില്ലെന്നേ. ദൈവം നിന്റെ കൂടെ ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.